കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സഹകരണ പ്രശ്നത്തിൽ CPIM നടപടി. പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. കരുനാഗപ്പള്ളിയിലേത് പ്രാദേശിക പ്രശ്നങ്ങൾ സംബന്ധിച്ച തർക്കമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ. ലോക്കൽ സമ്മേളനവും ഇല്ല, ഏരിയ സമ്മേളനവും ഇല്ല. കർശന നിർദ്ദേശമാണ്. ഇനി ആ അഡ്ഹോക് കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുക. ശ്രീജിത്തും അരുൺരാജും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, സംസ്ഥാനത്താകെ അല്ലെങ്കിൽ CPMന്റെ അച്ചടക്കം എന്ന് പറയുന്ന തത്വത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അതിനെ നാണക്കേടിലാക്കിയ ഒരു നടപടിയാണ് കുലശേഖരപുരം ലോക്കൽ സമ്മേളനത്തിൽ കണ്ടത്. ഏതായാലും കടുത്ത നടപടി. പക്ഷേ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ജില്ലയിൽ പോലും അത് സമ്മേളനത്തിന് ശേഷം മതി എന്നൊരു നിലപാടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണിപ്പോൾ? ഗോകുൽ, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 7 സമ്മേളനങ്ങളിലാണ് ഈ വിഭാഗീയമായ ചേരിതിരിവും തർക്കവിതർക്കങ്ങളും ഉണ്ടായത്. ഇതിൽ 7 എണ്ണത്തും രണ്ടാമത് നടത്താൻ തീരുമാനിച്ചു. അതിൽ 4 എണ്ണം ആദ്യം നടത്തി തീർത്തു. പിന്നീട് ഉള്ള 3 എണ്ണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ തർക്കങ്ങളുടെ പേരിൽ ഇപ്പോൾ സമ്മേളനം പൂർത്തീകരിച്ചു വന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ഈ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം ഈ പാർട്ടി സംസ്ഥാന സമ്മേളനവും ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ ശേഷം മാത്രം ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതിയെന്ന് തീരുമാനിക്കാൻ കാരണം അതാണ്. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. ആ അഡ്ഹോക് കമ്മിറ്റി കരുനാഗപ്പള്ളിയിലെ പാർട്ടി സമ്മേളനങ്ങൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടായിരിക്കും പിന്നീട് ജില്ലാ സെക്രട്ടറി ചർച്ച ചെയ്ത് ഒരു അന്തിമ പരിഹാര നടപടിയിലേക്ക് പോകാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്താൽ അത് കൂടുതൽ രൂക്ഷമാകാനും മറ്റും സാധ്യതയുണ്ട്. ഒരു വിഭാഗം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ തൽക്കാലം വിഷയത്തിൽ തൊടാതെ എങ്ങനെയെങ്കിലും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം നൽകുന്നത് കൊല്ലത്താണ്. അതുവരെ കാര്യങ്ങൾ കടത്തിക്കൊണ്ടു പോകുക എന്നൊരു ആലോചനയാണ് പാർട്ടി നേതൃത്വത്തെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇനി അരുൺരാജിലേക്കാണ്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നു. 11 പേർക്കെതിരെ നടപടി എന്നതൊക്കെയായിരുന്നു ഇന്നലെ വന്ന വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകണ്ട എന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയുടെ പരിഗണനയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനങ്ങളും റദ്ദാക്കിയെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നല്ലോ. ഗോകുൽ, എന്തായാലും പ്രാഥമികമായി നേതാക്കൾക്കെതിരെയോ പ്രവർത്തകർക്കെതിരെയോ നടപടി വേണ്ട എന്ന തീരുമാനമാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിന് പ്രധാന കാരണമായി CPM പറയുന്നത് നിലവിൽ സമ്മേളന കാലയളവാണ്. ഈ കാലയളവിൽ ഒരു നടപടിയിലേക്ക് പോയാൽ അത് കൂടുതൽ പൊട്ടിത്തെറിയിലേക്കോ കൂടുതൽ പ്രശ്നങ്ങളിലേക്കോ പോകാനിടയുണ്ട്. അതുകൊണ്ട് തൽക്കാലം നടപടി വേണ്ട എന്നുള്ളതാണ് നിലവിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എടുത്തിരിക്കുന്ന നിലപാട്. ഇത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് അഡ്ഹോക് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിന് മുമ്പാകെ എത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നേതാക്കൾക്കെതിരെ പ്രവർത്തകർക്കെതിരെ അടക്കം നടപടി ഉണ്ടാവുക. എന്തായാലും കരുനാഗപ്പള്ളിയിൽ ഇത് വിഭാഗീയതയല്ല എന്ന് പറയുമ്പോഴും താഴെത്തട്ടിൽ വലിയ തോതിൽ പ്രവർത്തകർ ചേരിയായി തിരിഞ്ഞതിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നിലവിൽ ഏരിയ സമ്മേളനം അടക്കം കരുനാഗപ്പള്ളിയിൽ വേണ്ട എന്ന നിലപാടാണ് നിലവിൽ അഡ്ഹോക് കമ്മിറ്റിയും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയും കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്ന് ചേർന്ന അഡ്ഹോക് കമ്മിറ്റി ഇക്കാര്യത്തിൽ നേതാക്കൾക്ക് 7 അംഗ നേതാക്കൾക്ക് വിവിധ ചുമതലകൾ വീതിച്ചു നൽകുകയാണ് ചെയ്തത്. പ്രശ്നമുണ്ടായ ലോക്കൽ സമ്മേളനങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കാനുള്ള തീരുമാനം കൂടി ഈ അഡ്ഹോക് കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കരുനാഗപ്പള്ളിയിലെ തുടർ നീക്കങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി കൈക്കൊള്ളുക. ശരി, കരുനാഗപ്പള്ളിയിൽ അടിയന്തരമായി ഒരു സംഘടനാ നടപടിയിലേക്ക് പോകുന്നില്ല CPM. പകരം അഡ്ഹോക് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇനി എന്ത് നടപടി എന്നതിൽ തീരുമാനമെടുക്കുക. സംസ്ഥാന സമ്മേളനത്തിന് കൂടി ആതിഥ്യം വരേണ്ട കൊല്ലത്ത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് CPM നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്.